ബഹുമാനപ്പെട്ട എച്ച്.എം. അറിയുന്നതിന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെതിരെ ഈ സ്കൂളിൽ ലഹരി വിരുദ്ധ റാലിയും സത്യപ്രതിജ്ഞയും നടത്തിയല്ലോ. നടത്തി. അതിന് നേതൃത്വം കൊടുത്ത മന്മഥൻ സാറും സുഗതൻ മാഷും കഴിഞ്ഞ ശനിയാഴ്ച അടിച്ചു ഫിറ്റായി ബാറിന്റെ മുന്നിലൂടെ ആടി നടക്കുന്നത് കണ്ടു. നടപടിയെടുക്കണം. എന്താണ് സാറുമാരേത്? നിങ്ങളൊക്കെ അധ്യാപകരാണോ നിങ്ങള്? അല്ല, അത് അങ്ങനെ ഞങ്ങളെ കുറ്റം പറയരുത്. എന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ബാറ്. കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ അതിലെ പോകുമ്പോ ബാറിന്റെ മുന്നിൽ വെച്ച് മന്മഥൻ മാഷെ കണ്ടു. നിങ്ങൾ സംസാരിച്ചു. അത് കണ്ട് ആ കൊച്ചു തെറ്റിദ്ധരിച്ചാണ് ഈ കംപ്ലൈന്റ് തന്നിരിക്കുന്നത്. അല്ല, നിങ്ങള് ആടി പോയി. അങ്ങനെ ആടി പോകേണ്ട കാര്യമില്ലല്ലോ. ആടൻ എന്തിനാ? ആടാൻ ഇവിടെ ഡാൻസ് ടീച്ചറില്ലേ? ഹെഡ് മാഷെ, സത്യം പറയാമല്ലോ, ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ, അത് പഠിപ്പിക്കാൻ ഇറങ്ങിയാലേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അതിന്റെ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് ഒരു അല്പം ആശ്വാസം കിട്ടാൻ വേണ്ടി ചെറുത് കഴിച്ചു. മാഷെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത് മാഷെ. സാറേ, മാഷിന്റെ അടുത്ത് ഞാൻ പലവട്ടം ഇത് പറഞ്ഞതാണ്, പക്ഷെ മാഷ് ഇത് കേട്ടിട്ടില്ല. മാഷെ ഇനി ആവർത്തിക്കില്ല. ഇനി ഞങ്ങൾ ആവർത്തിക്കില്ല. ലഹരി വിരുദ്ധ ദിനത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കാതിരുന്ന പ്രശ്നമല്ലല്ലോ. കുട്ടികളാണിത് കണ്ടെത്തണം, അത് പ്രിയ സാർ, ഞങ്ങളെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന മന്മഥൻ സാർ പാഠഭാഗങ്ങൾ വെറുതെ വായിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ ഫസ്റ്റ് പോർഷനും അടിവരയിടിച്ച് പുസ്തകം തീർന്നു. അടിവര ഇടിക്കലാണ് സാറിൻ്റെ പരിപാടി. അടിവര ഇടാനാണെങ്കിൽ വീട്ടിലിരുന്ന് പാഠപുസ്തകത്തിൽ വരച്ചാൽ മതിയാകുമല്ലോ. ഈ സാർ എന്തിനാ? നടപടി ഉണ്ടാകണം. മാഷെ വലിയ പരാതി ഉണ്ട് മാഷെ പറ്റി. ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോ എനിക്കെതിരെ പരാതി തരാൻ വേണ്ടിയാണോ ഈ പെട്ടി കൊണ്ട് വെച്ചേക്കുന്നത്? നിങ്ങൾ ഈ ആടലും അടിവരടലും ഒക്കെ നിങ്ങൾക്കാണ്. അതാണ് പ്രശ്നം. പിന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഓരോ അധ്യാപകന്മാർക്കും ഓരോ ശൈലിയുണ്ട്. ഞാനിപ്പോ എന്റെ ഗുരുവായ വടക്കന്തര മാഷിന്റെ ശൈലിയാണ് ഞാൻ അനുകരിക്കുന്നത്. എനിക്ക് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റൂ. ഇത് പരാതിയായിട്ട് ഒരു കുട്ടി പറഞ്ഞതാണ്, അത് മനസ്സിലാക്കണം നമ്മൾ. അത്രേ ഉള്ളൂ. ഒരു കുട്ടിയല്ലേ പറഞ്ഞുള്ളൂ, വേറെ ഒരു കുട്ടികളും പറഞ്ഞില്ലല്ലോ. കുട്ടി പറഞ്ഞല്ലോ. പക്ഷെ അടിവരയിട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് അതിൻ്റെതായ രീതിയുണ്ട്. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഒരു വരയിട്ട പുസ്തകം മേടിച്ചാൽ അതിൽ എഴുതി കൊടുത്താൽ പോരെ, വെറുതെ വറക്കാൻ. അടുത്ത പരാതി എന്നെ കുറിച്ചാണെങ്കിൽ ഇത് എന്നെ കരുതി കൂട്ടി ഇവിടെ നിന്ന് മാറ്റാനായിട്ട് ആരൊക്കെയോ ശ്രമിക്കണമെന്ന് ഞാൻ പറയും. സാറേ, ഈ സ്ഥാപനത്തിലെ കായിക അധ്യാപകനായ സുഗതൻ സാർ സ്ഥിരമായി കിടന്നുറക്കം തന്നെയാണ്. ഞങ്ങളെ സാറ്റ് കളിക്കാൻ വിട്ടിട്ടാണ് പുള്ളി കിടന്നുറങ്ങുന്നത്. അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കി ഞങ്ങളെ നല്ലൊരു കായിക അധ്യാപകനെ ഇവിടെ നിയമിക്കാൻ നടപടി എടുക്കുമല്ലോ. മാഷെ, കുട്ടികളുടെ പരാതി ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് ഇതേപോലെ. ഉറങ്ങാനാണെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ പോരെ മാഷെ? സ്കൂളിൽ വന്ന് ഉറങ്ങണം. എന്നെ കുറ്റം പറയരുത്. ഇതിനെല്ലാം കാരണം മെക്മാഷാണ്. ഞാൻ എന്ത് ചെയ്തതാണ്? ഞാനൊരു ഇല്ലല്ലോ. ഞാൻ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും? ഇവിടെ ഒരു മറ്റേ ജാവലിൻ സ്റ്റിക്ക് അത് ഒടിഞ്ഞു കിടക്കുകയാണ്. 2 ഫുട്ബോൾ 2 ബോൾ പഞ്ചറായി കിടക്കുകയാണ്. വോളിബോൾ സ്റ്റിച്ച് വിട്ട് കിടക്കുകയാണ്. ഷട്ടിൽ ബാറ്റ് നെറ്റ് പോയി കിടക്കുകയാണ്. ക്രിക്കറ്റ് ബാറ്റിന്റെ പിടിയില്ല. പിന്നെ ഞാൻ അവരെ എന്ത് പഠിപ്പിക്കും? അപ്പൊ ഒളിച്ച് കളിക്കാൻ പറയും. ഈ പ്രായത്തിൽ എനിക്ക് അവരുടെ കൂടെ ഒളിച്ച് കളിക്കാൻ പറ്റുമോ? അപ്പൊ ആ സമയത്ത് ഞാൻ കിടന്നുറങ്ങും. വെറുതെ സാറ്റ് കളിക്കാൻ കുട്ടികളെ വിട്ടിട്ട് വാറ്റടിച്ച് കിടക്കണത് ശരിയല്ല. അടുത്ത വായിക്കാം. സാറേ, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ മണ്ടോദരി ടീച്ചർ വീട്ടിലെ കാര്യങ്ങളും പൊങ്ങച്ചങ്ങളും പറയുകയും വീട്ടിലെ കുട്ടികളുടെ കാര്യങ്ങളും ടൂറ് പോകുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നു. ക്ലാസ്സിലെ കാര്യങ്ങളല്ല, സ്വന്തം മേനി പറച്ചിലാണ് ടീച്ചറുടെ മെയിൻ. വെറുതെ ഹിന്ദി പാട്ടും പാടും. ഈ ബോറടി ടീച്ചറിനെ, ഈ സമയം കൊല്ലി ടീച്ചറെ ഇവിടെ നിന്ന് ഒഴിവാക്കാമോ? ടീച്ചറെ, ഇതൊക്കെ വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഇത് ആ നിലയ്ക്ക് നിങ്ങൾ ഉൾക്കൊള്ളണം. ഉദാഹരണം പറഞ്ഞു കൊടുക്കണാണ്. ടൂർ പോകേണ്ട കാര്യം എന്താ പറഞ്ഞത്? അല്ല, നന്നായിട്ട് പഠിച്ച വിദേശത്തൊക്കെ ടൂറ് പോവാന്ന് ഞാൻ പറഞ്ഞു. നല്ലതല്ല, അതൊക്കെ നല്ലതല്ലേ. കുട്ടികൾക്ക് യാത്ര പോകാനൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ. അത് നോക്കാം. അടുത്ത വായിക്കും മാഷെ. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർക്ക്, ഇവിടുത്തെ PTA പ്രസിഡന്റ് ശീതളൻ ക്ലാസ് സമയങ്ങളിൽ ടീച്ചർമാരുടെ അടുത്ത് വന്ന് ആവശ്യമില്ലാതെ സംസാരിക്കുകയും വായി നോക്കുകയും
ഒക്കെ ചെയ്യൽ പതിവായിരിക്കുകയാണ്. എന്താണ് അതിന് പറയാനുള്ളത് പി ടി എ പ്രസിഡന്റ്? എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? എന്തെണ്ണം കാണിച്ചത്? കുട്ടികൾ വെറുതെ പരാതി പറഞ്ഞില്ലേ? അല്ല അത് മാഷെ ചെറിയ കുട്ടികളല്ല, വിവരമുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഞാൻ പറയട്ടെ, ടീച്ചർമാർ ക്ലാസ് എടുക്കണത് നോക്കണ്ടേ? നോക്കണ്ടേ? നിങ്ങൾ ഈ പെണ്ണുങ്ങൾ ടീച്ചർമാർ മാത്രം ക്ലാസ് എടുക്കണത് പുരുഷാധ്യാപകരില്ല. അപ്പൊ ഞാൻ പറയട്ടെ, നന്നായിട്ട് ക്ലാസ് എടുക്കണ പറഞ്ഞ വെറുതെ പോയി ഇങ്ങനെ നോക്കണ എന്തിനാണ്? രണ്ടു കൂട്ടരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കുമ്പോഴാണ് ആൾക്കാർ കുട്ടികളെ അറിയുന്നുണ്ട്. അതാണ് ഇത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അത് അതിലൊന്ന് വായിച്ചു നോക്കാം. അതെ, എല്ലാം വായിക്കുമ്പോൾ എല്ലാം വായിക്കണമല്ലോ. അതാണ് ആരായാലും അത് വായിക്കണമല്ലോ. വായിക്കാം. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ അറിയാൻ, ഈ അധ്യയന വർഷം സ്കൂൾ തുറന്ന് ഇത്രയും ദിവസമായിട്ടും 1-2 ദിവസം മാത്രമാണ് പ്യാരിജാതൻ മാഷ് ഈ സ്കൂളിലെത്തിയത്. സർക്കാരിൻ്റെ ശമ്പളം പറ്റി പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഈ പ്യാരിജാതൻ എന്ന മാഷ് നമ്മുടെ സ്കൂളിന് ആവശ്യമുണ്ടോ? ഉണ്ടോ? അത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ 2 തോണിയിൽ കാലിടരുത്. ഒന്നെങ്കിൽ അധ്യാപകന്റെ പണി ചെയ്യുക, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുക. അപ്പൊ ഞാനൊരു മെമ്പറാണ്. എനിക്കിപ്പം അധ്യാപകനാണെന്ന് വെച്ചാൽ നടക്കൂല. ഇല്ല, അത് ഏതെങ്കിലും ഒരു പണി നടക്കുള്ളൂ. അത് ചെയ്യണം. കാരണം കുട്ടികളാണ് പ്രതികരിക്കുന്നത്. ഇല്ല പക്ഷേ ഇതൊക്കെ മുകളിലേക്ക് അയച്ചാൽ നിങ്ങൾക്കൊക്കെ ക്ഷീണമാണ്. മുകളിലേക്ക് അയക്കും, ഞാൻ മുകളിലേക്ക് അയക്കും. ആദ്യമായിട്ടല്ലേ നമ്മളൊക്കെ മനസ്സിലാക്കിയല്ലോ. സ്കൂളിൽ ഒരു ഹെഡ് മാഷ് മാത്രം നന്നായിട്ട് എന്താ കാര്യം? അത് നമ്മൾ നോക്കണ്ടേ? അതെ ഇനി എന്ത് 2 ഉണ്ട്. അത് എല്ലാവരും വായിക്കുന്നത് എല്ലാ ഈ മാഷന്മാരുണ്ടല്ലോ ഇവിടെ. അല്ല, കുട്ടികളുടെ പരാതി എന്താണെന്ന് അറിയണ്ടേ? ബഹുമാനപ്പെട്ട ഉപദേശക സമിതിക്ക് നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ നമ്മുടെ ഈ വിദ്യാലയത്തിൽ ഒരു ഉപകാരവും ഇല്ലാത്ത ഒരാളാണ്. നിലപാടെടുക്കാൻ കഴിയാതെ നട്ടലില്ലാത്ത നിലയിലുള്ള ഒരു നേതൃത്വമാണ് നമ്മുടെ HMന് സത്യശീലൻ മാഷ്ക്കുള്ളത്. ഈ നിർഗുണനായ ഹെഡ് മാസ്റ്ററെ ഈ വിദ്യാലയത്തിന് ആവശ്യമുണ്ടോ? അദ്ദേഹത്തെ ഒഴിവാക്കി കഴിവുള്ള ഏതെങ്കിലും ഒരു അധ്യാപകനെ ആ ചുമതല ഏൽപ്പിക്കാൻ കഴിയുമോ? എന്താണ് മാഷെ കേൾക്കുന്നത്? ഇത് ഭാരമോളിക്ക് നിങ്ങൾ ഇത്ര നേരം വരെ ഉപദേശിച്ചല്ലേ? എന്താ ഇപ്പൊ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ അത്ര പ്രയാസം? മാഷെ നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറയരുത്. എന്താ അറിയാത്ത? ഇപ്പൊ ഒരു കുട്ടി ഏതെങ്കിലും രീതിയിൽ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടിയെ നമുക്ക് ശാസിക്കാൻ പറ്റില്ല. ആഠാനും പറ്റില്ല. തുറന്ന മനസ്സോട് കൂടിയിട്ട് നമുക്കൊന്ന് ശാസിക്കാൻ പറ്റില്ല. അവന്റെ മുകളിൽ കണ്ണു തുറച്ച് നോക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല, ഒന്നും ചെയ്തുകൂടാന്നാണ്. ഇപ്പൊ മാഷിനാകെ ഒരു പിരിമുറുക്കമില്ലേ? ഇനി ഇതൊക്കെ മോചനം കിട്ടാനാണ് എന്നെയൊക്കെ പോലുള്ള ഒരു ചെറുത് കഴിക്കണം. അത് നിങ്ങൾ ന്യായീകരിക്കുന്നെങ്കിലും നിങ്ങള് എന്ത് പറഞ്ഞാലും കഴിക്കണതിന്റെ കാര്യമാണെന്ന് പറയുന്നത് എന്താണ്? ഇത് വായിക്കണം സാറേ. ഇനി അത് വായിക്കുന്നു വേണ്ടത്. ആളെ സാറേ, ആ പരാതി കൂടെ വായിച്ചേ. അതൊന്നും കൂടെ ഇല്ലു. എന്തിനാണ് നമ്മുടെ ബന്ധയുടെ നമ്മളെ കുട്ടി നാട്ടിക്കുന്നത്? വായിച്ചു സാർ, വായിച്ചു. സ്നേഹമുള്ള സാറിന്, ഈ വിദ്യാലയത്തിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ബുദ്ധിയും വിവേകവും ഊർജ്ജസ്വലനുമായ ഉണ്ണിക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല. ഒരു അധ്യാപകനാകാൻ യോഗ്യതയുണ്ടെങ്കിലും പിയൂണിൻ്റെ തൊഴിലെടുക്കുന്ന ഉണ്ണിക്ക് വേണ്ട സംവിധാനങ്ങൾ ഇവിടെ നിന്നും ചെയ്തു കൊടുക്കണം. ഉണ്ണി പിയൂണിന് ഒരു പരിഗണന കൊടുക്കപ്പ. ഇവിടെ കീഞ്ഞു പാഞ്ഞോട്ടുന്ന കുട്ടികളെ വളരെ ജോറായി നിയന്ത്രിക്കുന്ന ഉണ്ണിക്ക് PTA പേരിൽ ഒരു പൊന്നാടയെങ്കിലും നൽകി ആദരിക്കണം. ഇല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികൾ കീഞ്ഞു പാഞ്ഞോളും. കീഞ്ഞു ഇത് കാസർഗോഡുള്ള കുട്ടിയാണ്. എഴുതിയാളുടെ അത് മനസ്സിലായില്ലേ സാറേ? ഉണ്ണി, ഇതാരാ എഴുതിയത്? അത് സാറേ, ഞാനും പറഞ്ഞോ. ഒരു പരിഗണന കിട്ടാൻ വേണ്ടി ചെയ്താണ് സാർ. എന്ത് പരിഗണന? പിന്നെ നമുക്കൊരു ബഹുമാനം കിട്ടുന്നില്ല. അത് സാറില്ല, അത് പോട്ടെ. പോട്ടെ. പൊന്നാട മറിമായം